ശിവഭഗവാൻ, മഹേശ്വരൻ, ഹിന്ദു പുരാണങ്ങളിലെ പ്രധാന ദേവനും സംഹാരത്തിന്റെ മൂർത്തിയുമാണ്. കൈലാസവാസിയായ അദ്ദേഹം പാലാഴി മദനസമയത്ത് ലോകരക്ഷയ്ക്കായി കാളകൂടവിഷം കഴിച്ച് നീലകണ്ഠനായി. നൃത്തപ്രിയനായ ഭഗവാൻ താണ്ഡവത്തിലൂടെ പ്രപഞ്ചജലനങ്ങളെ നിയന്ത്രിക്കുകയും ഭക്തർക്ക് ജ്ഞാനം പകർന്നു നൽകുകയും ചെയ്യുന്നു. പാർവതി ദേവിയാണ് പത്നി, ഗണപതിയും സുബ്രഹ്മണ്യനും പുത്രന്മാർ. ശിവഭഗവാനെക്കുറിച്ചുള്ള പ്രധാന കഥകൾ താഴെ പറയുന്നവയാണ്. 1. നീലകണ്ഠൻ. ദേവാസുരന്മാർ പാലാഴി കടഞ്ഞപ്പോൾ ഉണ്ടായ ഹാലാഹല വിഷം ലോകത്തെ രക്ഷിക്കാൻ ശിവൻ കുടിക്കുകയും അത് പാർവതിദേവി തൊണ്ടയിൽ അമർത്തിപ്പിടിച്ച് നീലനിറമാവുകയും ചെയ്തു. 2. ദക്ഷയാഗം. സതീദേവിയുടെ ത്യാഗത്തിനുശേഷം ദക്ഷന്റെ യാഗം ശിവഭൂതഗണങ്ങൾ നശിപ്പിക്കുകയും വീരഭദ്രൻ ദക്ഷന്റെ തലയെറുക്കുകയും ചെയ്തു. 3. മാർക്കണ്ഡേയ കഥ. യമധർമ്മനിൽ നിന്ന് ഭക്തനായ മാർക്കണ്ഡേയനെ രക്ഷിക്കാൻ ശിവൻ കാലാന്തകനായി പ്രത്യക്ഷപ്പെട്ടു. 4. അർദ്ധനാരീശ്വരൻ. ശിവനും പാർവതിയും ഒന്നാണെന്നും പുരുഷനും പ്രകൃതിയും വേർപെടുത്താനാവാത്തതാണെന്നും കാണിക്കുന്ന രൂപം. 5. ഗണപതിയുടെ ജനനം. പാർവതിദേവി തന്റെ ശരീരത്തിലെ ചന്ദനത്തിൽ നിന്ന് നിർമ്മിച്ച ബാലന് ശിവൻ ഗജമുഖം നൽകി. ഭയങ്കരനും എന്നാൽ കരുണാമയനുമായ ശിവൻ താണ്ഡവനൃത്തത്തിലൂടെയും യോഗനിദ്രയിലൂടെയും പ്രപഞ്ചത്തിലെ വൈരുദ്ധ്യങ്ങളെ ഒന്നിപ്പിക്കുന്നു.